അടിച്ച് പൊളിക്ക്. നമ്മളെപ്പോഴും പറയല അടിച്ച് പൊളിക്ക് ബ്രോ. ഇപ്പൊ ആരെങ്കിലും ട്രിപ്പ് എല്ലാം പോകുമ്പോൾ അടിച്ച് പൊളിക്ക് എന്നല്ലേ, അതിന് ഹാവ് എ ബ്ലാസ്റ്റ് എന്ന് പറയാം. ശരിക്കും സേവ് ചെയ്തോ, എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു സെന്റൻസ്. ഹാവ് എ ബ്ലാസ്റ്റ്, ഹാവ് എ ബ്ലാസ്റ്റ്, അടിച്ച് പൊളിക്കുക, ഹാവ് എ ബ്ലാസ്റ്റ്. ഓക്കെ, അതേപോലെ ട്രിപ്പ് കഴിഞ്ഞ് വന്നു, എന്നിട്ട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്. അപ്പൊ ഞങ്ങൾ അടിച്ച് പൊളിച്ചു എന്നല്ലേ, ഞങ്ങൾ അടിച്ച് പൊളിച്ചു. അപ്പോൾ വി ഹാഡ് എ ബ്ലാസ്റ്റ് എന്ന് പറയാം, വി ഹാഡ് എ ബ്ലാസ്റ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ എന്ന് പറയാം, വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. അതേപോലെ വി ഹാഡ് ആൻ അമേസിംഗ് ടൈം, അല്ലെങ്കിൽ വി ഹാഡ് എ വണ്ടർഫുൾ ടൈം, അങ്ങനെയൊക്കെ പറയും. മനസ്സിലായി? അപ്പൊ ശരിക്കും സേവ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിന് വേണം. അതായത് ഫോണിലൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ ഒരു ഫ്രണ്ടിന് വേണം. അതായത് ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നത് വെച്ചാൽ, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടത് ഒരുപാട് ഗ്രാമറോ കാര്യങ്ങളോ പഠിച്ചിട്ടല്ല. ശരിക്കും റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ്, നല്ല റിസൾട്ടാണ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിനെ തരും, അവരോട് നിങ്ങൾ എല്ലാ ദിവസവും 1/2 മണിക്കൂർ ഇംഗ്ലീഷ് സംസാരിക്കുക. അങ്ങനെ 3 മാസം. ഓക്കെ, ആദ്യത്തെ 1 മാസം കുറച്ച് സ്ട്രഗിൾ ചെയ്യെങ്കിലും പിന്നീടുള്ള 2 മാസം ശരിക്കും അടിപൊളിയായിരിക്കും. 3 മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ ഇംഗ്ലീഷ് യു വിൽ സ്റ്റാർട്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ്. അതിൽ യാതൊരു സംശയമില്ല. വളരെ ചെറിയ ഫീൽ, ലോകത്തിന് എവിടെ ഇരുന്നും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള നല്ലൊരു അവസരമാണ്. ഉപയോഗപ്പെടുത്തിക്കോ. മുകളിൽ പോകാം, ബയോ വാട്സപ്പ് ലിങ്ക് ഉണ്ട്.